ഞാൻ ഷൂട്ടിങ്ങിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ മുതൽ തന്നെ പറയാൻ തുടങ്ങി, നമ്മളുടെ സ്വപ്നങ്ങളെ മറികടക്കുന്നതാവും ആടുജീവിതം, ഒരു കോൺഫിഡൻസ് വന്നു തുടങ്ങി. 18 തവണ എടുത്ത ടേക്ക് എനിക്ക് ഓർമ്മയുണ്ട്, 20 തവണ എടുത്ത ടേക്ക് എനിക്ക് ഓർമ്മയുണ്ട്. അത്തരത്തിൽ ഇത്രയും പ്രതിസന്ധികൾ പ്രശ്നങ്ങളുണ്ട്, ഇത് എങ്ങനെയെങ്കിലും സിനിമ തീർക്കണം എന്നൊക്കെ വിചാരിക്കുന്നതിനിടയിൽ പോലും പെർഫെക്ഷൻ്റെ കാര്യത്തിൽ സാർ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിട്ടില്ല. നമ്മളെന്ത് ചെയ്തു എന്നുള്ള കാര്യം ഞാനും നജീബും തമ്മിൽ തീരുമാനിച്ചോളാം. പക്ഷേ ഈ പറയുന്നവർ എന്ത് ചെയ്തു എന്നുള്ളൊരു കാര്യം, അവരുണ്ടാക്കുന്ന പണം, ഈ ദിവസവും എല്ലാ ദിവസവും രാവിലെ നജീബിൻ്റെ വീട്ടിൽ ചെന്ന് വളം ഉണ്ടാക്കി വീഡിയോ എടുത്തുകൊണ്ട് പോകുന്നവരും ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നതെന്നുള്ളൊരു ധാരണ അവർക്കുണ്ടായാൽ വളരെ നല്ലതാണ്. അതിനകത്തെ മണൽ കൂനകളിലോ അതിൽ നടന്ന ഒരു കാൽപ്പാട് പോലും ഇല്ലാത്തത് അത് ചിത്രീകരിച്ചിരിക്കുന്നത്. 2 തവണ ഒരു മനുഷ്യൻ അതിലെ നടന്നാൽ ആ കാൽപ്പാട് വീഴും, 2 തവണ ടേക്ക് എടുത്താൽ ഇത് കാൽപ്പാട് വീഴും. 80ഓളം ആൾക്കാർ ഈ പുറകിൽ നിൽക്കുകയാണ്, അവർ എങ്ങോട്ട് വേണമെങ്കിലും നടക്കാവുന്നതാണ്. അപ്പോൾ അവിടാണ് ഇത്ര വിശാലമായ മരുഭൂമിയുടെ ഭയങ്കരമായ സീക്വൻസുകൾ കാണിക്കുന്നത്. ആടെന്ന് പറയുന്ന ജീവി എങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകുന്ന ജീവിയാണ്. നമ്മൾ സിനിമയിലൊക്കെ കാണുമ്പോൾ ഭയങ്കര രസമാണെങ്കിൽ പോലും ഇതുപോലെ മെനക്കെട്ട ഒരു ജീവി ഇല്ലെന്ന് നമ്മൾ പറഞ്ഞു പോകും. കാത്തിരിപ്പുകൾക്കൊടുവിൽ ആടുജീവിതം തിയേറ്ററുകളിലെത്തി. ദ ഫോർത്തിനൊപ്പം മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ആടുജീവിതം നമുക്ക് ആദ്യമായി സമ്മാനിച്ച ബെന്യാമിനാണ്. നമസ്കാരം ബെന്നി ചേട്ടാ. ഞാനിത് 4ാമത്തെ ഇൻ്റർവ്യൂ ആണ് ശരിക്കും പറഞ്ഞാൽ ബെന്നി ചേട്ടനെ ചെയ്യുന്നത്. അപ്പം അവസാനം സംസാരിച്ച് പിരിയുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചിരുന്നു, ഇനിയൊരിക്കൽ ബെന്യാമിനെ ഇൻ്റർവ്യൂ ചെയ്യുകയാണെങ്കിൽ ഇനി എന്ത് ചോദിക്കും എന്ന് ഞാൻ ആലോചിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് സംസാരിക്കാൻ ആടുജീവിതം എന്ന് പറയുന്ന കടൽ പോലൊരു വിഷയം കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിലേറ്റവും സന്തോഷകരമായ കാര്യം. ഇന്നിപ്പോൾ സിനിമ കണ്ടിറങ്ങിയല്ലോ. അപ്പം ഇതൊരു കഥയായി ഈ പറയുന്ന ഷുക്കൂർ എന്ന അല്ലെങ്കിൽ ഈ നജീബ് എന്ന മനുഷ്യൻ പറയുന്നത് കേട്ടെടുത്ത് നിന്ന് ഇതിനൊരു ടെക്സ്റ്റായി മാറ്റി ഒടുവിൽ ഇത് സ്ക്രീനിൽ കാണുക. ഒരുപക്ഷെ ഒരു കലാരൂപം അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ചൊരു തോട്ട് ഒരു സ്ക്രീനിലെത്തി നമ്മളെ തിരിച്ചു നോക്കുന്ന ഒരു അവസ്ഥയിലെത്തി നിൽക്കുകയാണല്ലോ. അപ്പോൾ ഫസ്റ്റ് സിനിമ കണ്ടിറങ്ങുമ്പോൾ എന്താ ഫീൽ ചെയ്യുന്നത്? പറഞ്ഞു തുടങ്ങാൻ തോന്നുന്നു. ഫസ്റ്റ് ഹൃദയം നിറഞ്ഞു എന്നാണ് പറയേണ്ടത്. കാരണം ഞാൻ വിശ്വസിച്ച് സമർപ്പിച്ച അല്ലെങ്കിൽ കൊടുത്ത ഒരു ടെക്സ്റ്റിന്മേൽ ഒരു സംവിധായകൻ നടത്തിയ ആത്മാർപ്പണത്തിൻ്റെ അനന്തരഫലമാണ് നമ്മളിന്ന് തിയേറ്ററിൽ കണ്ടത്. അത് എങ്ങനെ വേണമെങ്കിലും ട്രീറ്റ് ചെയ്യാമായിരുന്ന, എത്ര ലാഘവത്തോടു കൂടി വേണമെങ്കിലും ട്രീറ്റ് ചെയ്യാമായിരുന്ന ഒരിടത്ത് നിന്ന് അതിനെ എന്താണോ അതിൻ്റെ ഗൗരവം, ആ ഗൗരവത്തോടു കൂടി ഉൾക്കൊണ്ട് അതിൻ്റെ സാധ്യതകൾ മുഴുവൻ അന്വേഷിച്ച് അതിനേതറ്റം വരെ പോകാമോ അതിൻ്റെ മുഴുവൻ സാങ്കേതികത്വവും അന്വേഷിച്ച് അതിൻ്റെ വലിപ്പം അപ്പോൾ തന്നെ ചിന്തിച്ച് അത് അത്തരത്തിൽ സങ്കല്പിച്ച് ആ കഥയെ വലുതാക്കിയ, ടെസ്റ്റിലുള്ളപ്പോൾ തന്നെ കഥ വലുതാണെങ്കിൽ പോലും ആ കഥയുടെ സാധ്യതകളെ മുഴുവൻ തിരിച്ചറിഞ്ഞ് അതിനെ വലുതാക്കിയ സംവിധായകൻ്റെ ഒരു സമർപ്പണത്തിൻ്റെ റിസൾട്ടാണെന്ന് നമ്മൾ കണ്ടത്. അതിൽ വലിയ സന്തോഷമാണ് എനിക്കുള്ളത്. ഇപ്പോൾ ഇന്ന് സിനിമ കാണുന്നത് നജീബിനൊപ്പമാണ്. അപ്പം ഞാനും ആ തിയേറ്ററുണ്ടായിരുന്നു. അപ്പം ഞാനത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പോയിന്റ് എത്തിയപ്പോൾ എനിക്കിങ്ങനെ തിരിഞ്ഞു നോക്കാൻ തോന്നിയിരുന്നു, ഈ മനുഷ്യൻ ഇത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ എന്നുള്ള കാര്യം. അപ്പോൾ ഒപ്പം ഇരുന്ന് സിനിമ കാണുമ്പോൾ നജീബിന് എന്തായിരിക്കും തോന്നിയിട്ടുണ്ടാവുക എന്ന് ആലോചിച്ചിട്ടുണ്ടോ? നജീബ്, ഞാൻ വിചാരിക്കുന്നത് എന്താണ്, നമ്മൾ മറന്നു കിടന്ന എത്രയോ മുഹൂർത്തങ്ങളെയാവാം അദ്ദേഹം ഓർത്തെടുക്കുന്നത്. നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തിലെ പല മുഹൂർത്തങ്ങളും മറന്നു പോയിട്ടുണ്ടാവാം. പക്ഷേ സമാനമായ സ്റ്റേജ് ആയിരിക്കത്തില്ല നമ്മൾ സീനിൽ കാണുന്നത്. എങ്കിൽ പോലും ചില സമാനമായ അവസ്ഥ കാണുമ്പോൾ മറ്റനേകം അവസ്ഥകളിലേക്ക്, ചിലപ്പോൾ സീനിലില്ലാത്ത, കഥയിൽ പറയാത്ത അനേക സന്ദർഭങ്ങളിലേക്ക് അദ്ദേഹം ഓർമ്മ കൊണ്ട് തിരിഞ്ഞു നടന്നിട്ടുണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ പടം കഴിഞ്ഞിറങ്ങിയപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു, നിരവധി തവണ ഞാൻ കരയുകയായിരുന്നു, ഓരോ നിമിഷവും ഇത് ഓർത്തോർത്തിരിക്കുകയായിരുന്നു, എൻ്റെ മനസ്സിനെ വല്ലാതെ ഹോണ്ട് ചെയ്തു എന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുകയും ചെയ്തു. സ്വാഭാവികമായിട്ടും അപൂർവമായ ഭാഗ്യങ്ങളിലൊന്നാണ് കഥാപാത്രത്തിൻ്റെ യഥാർത്ഥ മനുഷ്യനൊപ്പം ഇരുന്ന് ആ സിനിമ കാണുക, അത് ആസ്വദിക്കുക. അദ്ദേഹം എന്നോട് പറഞ്ഞ വാക്കുകൾ അതിനെ മറ്റൊരു കലാരൂപമായി മാറ്റിയെടുത്ത് അത് മനോഹരമായി ആസ്വദിക്കാൻ കഴിയുക എന്നൊക്കെ പറയുന്നത് വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഈ പുള്ളി ആദ്യമായിട്ട് ഈ കഥ പറയുമ്പോഴേ, കഥ ഒരു കേൾവിക്കാരെന്നുള്ള രീതിയിൽ ഈ കഥ കേൾക്കുന്നൊരു ഓർമ്മ ഉണ്ടാവുമല്ലോ. ആ സമയം
പുള്ളി കഥ പറഞ്ഞ് കേൾക്കുന്ന ആ സമയം ഓർമ്മ വന്നോ ഇന്ന് സിനിമ കണ്ടുപോ? അല്ല, അത് എന്താ ചോദിച്ചാൽ അതൊരു ഒരു സിംഗിൾ സ്ട്രെച്ചിൽ പറഞ്ഞ കഥയല്ല. അതെ, വളരെ ദീർഘകാലം കൊണ്ട് വളരെ പതിയെ പതിയെ അറിഞ്ഞ കഥയാണ്. പക്ഷേ എഴുതുന്ന സമയത്ത് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട് ധാരാളം. കാരണം ഞങ്ങൾ രണ്ടുപേരും ഒരേ ഇടത്ത് ജോലി ചെയ്യുന്ന, 2 കമ്പനികൾക്ക് വേണ്ടി ഒരേ ഇടത്ത് ജോലി ചെയ്യുന്നതായതുകൊണ്ട് എല്ലാ ദിവസവും കാണുകയും എല്ലാ ദിവസവും സംസാരിക്കുകയും ഓരോ ദിവസവും എഴുതിക്കൊണ്ടിരിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ഈ സംശയങ്ങൾ ചോദിക്കുകയും ക്ലാരിറ്റി വരുത്തുകയും പിന്നെ തിരിച്ചു വന്നിരുന്ന് എഴുതുകയും ഒക്കെ ചെയ്യുന്ന ഒരു കൊടുക്കൽ വാങ്ങൽ പരിപാടി ഉണ്ടായിരുന്നു. അതുകൊണ്ടൊരു ലോങ് പ്രോസസ്സാണ്. എന്ന് മാത്രമല്ല, ഈ കഥയെ സംബന്ധിച്ച് എനിക്ക് അതിന് മുമ്പ് തന്നെ ഒരു ധാരണയുണ്ടായിരുന്നു എന്ത് എഴുതണമെന്ന്. കാരണം ഇത്തരം വാർത്തകൾ ധാരാളമായി ഗൾഫ് രാജ്യങ്ങളിലെ പത്രങ്ങളിൽ വന്നുകൊണ്ടിരിക്കും, ഒറ്റക്കോളം വാർത്തകളാണ്. അപ്പോൾ അതിനകത്തൊക്കെ ഇങ്ങനെ മരുഭൂമിയിൽ കാണാതെ പോയ മനുഷ്യനെ കണ്ടെത്തി, പളനിസ്വാമി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ കഥ ഞാനിപ്പോഴും 28 വർഷക്കാലത്തിന് ശേഷം അയാളെ കണ്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരു വാർത്തയാണ്. അപ്പം ഇത്തരം മനുഷ്യർ എന്തായിരിക്കും അനുഭവിച്ചിട്ടുള്ളതെന്ന് അറിയാനുള്ള ഒരു കൗതുകം എനിക്ക് നജീബിൻ്റെ അടുത്ത് പോകുന്നുണ്ട്. അപ്പം നജീബ് ഇപ്പം നിങ്ങൾ നജീബിൻ്റെയൊക്കെ ഇൻ്റർവ്യൂ കണ്ടു കഴിഞ്ഞാൽ കുറച്ചൊക്കെ സംസാരിക്കുന്ന ഒരാളായിട്ടാണ് തോന്നുന്നത്. പക്ഷേ 20 വർഷം മുമ്പ് ഞാൻ നജീബിനെ കാണുമ്പോൾ നജീബ് ഒട്ടുമേ സംസാരിക്കാത്ത ആളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ മനസ്സിനെ ഇങ്ങനെ കുത്തി ഇളക്കി അവിടെ അതിനു മുമ്പ് 10 വർഷമായിട്ട് അടഞ്ഞു കിടന്ന, ആരോടും വെളിപ്പെടുത്താതെ കിടന്ന സാധനത്തെ കുത്തിയിളക്കി സംസാരിച്ച ഒരനുഭവമാണ്. അപ്പം ആ സീനുകൾ, നമ്മുടെ പടത്തിലെ പല സീനുകൾ കാണുമ്പം നജീബ് അന്ന് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഓർത്തത് എന്നുള്ളതാണ്. അതൊരു ഒരു പ്രത്യേകമായ എക്സ്പീരിയൻസ് ആണ്. ഈ കാര്യമുണ്ടല്ലോ, അതായത് ഇപ്പം നമ്മൾ കാണുന്ന നജീബ് എന്ന് പറയുന്നത് കുറച്ചുകൂടി സംസാരിക്കുന്ന ആളാണ് എന്ന് പറയുന്നിടത്ത്, ഇപ്പോൾ പുസ്തകത്തിലാണെങ്കിലും നമ്മളോട് കഥ പറയുന്നത് നജീബാണ് നെറേറ്റർ. അപ്പോൾ നജീബ് നെറേറ്റ് ചെയ്യുന്ന കഥയാണ്. പക്ഷേ സിനിമയിലേക്ക് വരുമ്പോൾ നജീബ് വളരെ കുറച്ച് മാത്രമേ സിനിമയിൽ സംസാരിക്കുന്നുള്ളൂ. വളരെ എന്ന് വെച്ചാൽ ഈ പറയുന്ന ഒരു പോയിന്റ് കഴിയുന്നിടത്ത് മുതൽ നജീബ് ഭയങ്കര സൈലൻ്റാണ്. അയാളുടെ സൈലൻസാണ് അതിൻ്റെ ഭീകരത മുഴുവൻ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാൻ ഈ സിനിമ കണ്ടു കഴിഞ്ഞ ഉടനെ തിരിച്ച് റൂമിൽ പോയിട്ട് ഒരു 2-3 ചാപ്റ്റർ വീണ്ടും എടുത്ത് വായിച്ചു നോക്കി. അതായത് നജീബ് ഭയങ്കരമായി സംസാരിക്കുകയാണ്. നജീബ് ഈ പറയുന്ന ജയിലിൽ കിടക്കുന്ന സമയത്ത്, തിരിച്ചെത്തി ജയിലിൽ കിടക്കുന്ന സമയത്ത് പുസ്തകത്തിൽ പറയുന്നതെന്ന് വെച്ചാൽ എനിക്ക് അത്രയും സംസാരിക്കാനുള്ള ആർത്തിയായിരുന്നു എന്ന് പറഞ്ഞത്, അത്രയും ആളുകളോട് സംസാരിക്കാൻ. പക്ഷേ സിനിമയിലുള്ള നജീബ് എന്ന് പറഞ്ഞാൽ അധികം സംസാരിക്കാത്ത. അപ്പോൾ ആ ഒരു ചേഞ്ച് ഫീൽ ചെയ്തിരുന്നു. അത് പടത്തിന് ശേഷമുള്ള ഭാഗത്താണ് നജീബ് സംസാരിക്കുന്നത്. പടം അവിടെ വെച്ച് തീരുകയാണ്. അതിന് ശേഷം ആണ് യഥാർത്ഥത്തിൽ നജീബ് സംസാരിച്ച് തുടങ്ങുന്നത്. കാരണം അതുവരെ ഏകാന്തതയിൽപ്പെട്ട് ഒറ്റപ്പെട്ട് ആരോട് സംസാരിക്കാനില്ലാതെ ഭാഷ ഏതാണ്ട് മറക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് പിന്നെ നമ്മൾ സംസാരിക്കാൻ ഒരാളെ കിട്ടുമ്പോൾ ധാരാളമായി സംസാരിച്ച് തൻ്റെ ഭാഷയെ തിരിച്ചു പിടിക്കാനും തൻ്റെ ഓർമ്മകളെ തിരിച്ചു പിടിക്കാനും തൻ്റെ നഷ്ടപ്പെട്ടു പോയ വർഷങ്ങളെ തിരിച്ചു പിടിക്കാനുമുള്ള ഒരു ശ്രമം ഇതിനുണ്ട്. പക്ഷേ ആ ട്രോമ കഴിഞ്ഞ് പുറത്തു വരണം, അപ്പോഴേ സംസാരിക്കുന്ന ഒരാളായി മാറും. അവിടെയാണ് നോവൽ നിൽക്കുന്നത്. പക്ഷേ സിനിമ അതിന് മുമ്പുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് സിനിമയിൽ നജീബ് സംസാരിക്കാത്തത്. ആ സംസാരിക്കാത്ത നജീബാണ് ആ സിനിമയുടെ ബ്യൂട്ടി എന്ന് ഞാൻ കരുതുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യമുണ്ടല്ലോ, അത് ഞാൻ ഈ പുസ്തകം വീണ്ടും വായിച്ചു നോക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ വീണ്ടും പോയി ഓടിച്ചു വായിക്കായിരുന്നു. പക്ഷേ എന്താണെന്ന് വെച്ചാൽ അപ്പോഴും എനിക്ക് തോന്നുന്നത് വെച്ചാൽ പുസ്തകത്തിൽ വായിക്കുന്ന സമയത്ത് ഒരിക്കലും ഇപ്പോൾ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് പുസ്തകം വായിക്കുമ്പോഴും എനിക്ക് പൃഥ്വിരാജിൻ്റെ മുഖമല്ല നജീബിൻ്റെ മുഖമായി മനസ്സിൽ വരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ സിനിമയിലുള്ള ഒരു ആടുജീവിതം മറ്റൊരു വേർഷനായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ പുസ്തകം വേറെ തന്നെ നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പുസ്തകത്തിൽ സിനിമയിലില്ലാത്ത ഒരുപാട് ഡീറ്റെയിൽസ് വേറെ ഉണ്ട്. അപ്പോൾ പുസ്തകം വേറെ തന്നെ നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു സാഹിത്യ സൃഷ്ടി സിനിമയാവുന്നു. അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. പുസ്തകം ഇനിയാണേലും വേറെ തന്നെ നിൽക്കും. ഇപ്പോൾ സിനിമ മുഴുവൻ കണ്ടു കഴിഞ്ഞിട്ടും ഒരാൾക്ക് പോയി പുസ്തകം വായിച്ചാൽ അത് പുതിയൊരു അനുഭവമായി, വേറിട്ടൊരു അനുഭവമായി നിൽക്കും. അത് സാഹിത്യകൃതിയുടെ പ്രത്യേകതയാണ്. എന്നാൽ ആ പുസ്തകത്തെ അതുപോലെ പകർത്തലല്ല സിനിമ എന്നുള്ള ഒരു ബോധ്യം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേപോലെ ഉണ്ടായിരുന്നു. സിനിമ അല്ല, പുസ്തകത്തിൻ്റെ ഡോക്യുമെൻറ്റേഷൻ ഞങ്ങൾ നടത്തുന്നില്ല എന്ന് തീരുമാനിച്ചു. യഥാർത്ഥ കഥയിലുള്ള എസൻസിനെ, അതിൻ്റെ തീക്ഷ്ണതയെ, അതിൻ്റെ വേദനയെ, ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഏകാന്തതയെ, നൊമ്പരത്തെയൊക്കെ മറ്റൊരു കലാരൂപമായി മാറ്റുക എന്നതിനപ്പുറത്തേക്ക് ഈ പുസ്തകത്തെ അതുപോലെ പകർത്തേണ്ടതില്ല എന്ന് തീരുമാനിച്ചിരുന്നു. ആ തീരുമാനം വളരെയധികം നന്നായി എന്നാണ് തിയേറ്ററിൽ ഇരിക്കുമ്പോൾ എനിക്ക് ആവർത്തിച്ച് ഞാൻ എന്നോട് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം സിനിമ മറ്റൊരു രൂപമാണ്, അതിൻ്റെ ആസ്വാദ സമൂഹം വേറൊന്നാണ്. സിനിമയിൽ സീനുകൾ മറിഞ്ഞുകൊണ്ടേയിരിക്കണം. ഒരു പുസ്തകത്തിലെ പോലെ പിന്നോട്ട് പോയി കുറേ ആലോചിക്കാനും ഇരിക്കാനുമുള്ള സമയം സിനിമയിലില്ല. അപ്പോൾ അത്തരത്തിലുള്ള വ്യത്യസ്തങ്ങൾ ഉണ്ട്. അതുകൊണ്ട് സിനിമ വേറെയാണ് എന്നതിനെക്കുറിച്ച് നമ്മൾ ആകുലപ്പെടേണ്ടതേ കാര്യമില്ല. സിനിമ വളരെ പോസിറ്റീവ് വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് എടുത്തത്. അത് വളരെ കാരണം അസ്തിത്വം അതുപോലെ കീപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ ഉള്ള ഇൻ്റർവ്യൂകളിലും പലയിടത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ സിനിമ കണ്ടു കഴിഞ്ഞാലും പുസ്തകം അതുപോലെ നിൽക്കുകയും പുസ്തകം വായിക്കപ്പെടുകയും ചെയ്യുമെന്ന് തന്നെയാണ്
എൻ്റെ ഒരു ധാരണ. കാരണം നമ്മൾ ഓരോരുത്തരും മറ്റൊരു ആടുജീവിതം അതിലൂടെ സൃഷ്ടിക്കുന്നുണ്ട്. ഇത് ശരിക്കും സംവിധായകൻ്റേതായ ഒരു ഒരു സൃഷ്ടി. അപ്പോൾ പോലും നമ്മൾ പൃഥ്വിരാജിനെ, എനിക്ക് ഏറ്റവും ഗുണകരമായി സിനിമയിൽ തോന്നിയത് നമ്മൾ പൃഥ്വിരാജിനെ സിനിമയിൽ കാണുന്നില്ല എന്നുള്ളതാണ്. ഞാൻ ഇതിനു മുമ്പ് ആദ്യം പടം കഴിഞ്ഞ് കണ്ടിട്ടിറങ്ങിയപ്പോൾ, ഇതിന് മുമ്പത്തെ വർഷം കണ്ടിട്ടിറങ്ങിയപ്പോൾ ഞാൻ കമൻറ്റ് ചെയ്തത് ഒന്നെങ്കിൽ ആടുജീവിതത്തിൽ പൃഥ്വിരാജ് ഇല്ല എന്നാണ്. അത് അന്വർത്ഥമാക്കി നമ്മൾ പുതിയ വേർഷൻ കാണുമ്പോഴും അല്ലെങ്കിൽ ഇപ്പോൾ തിയേറ്ററിൽ അത് കണ്ടിറങ്ങുമ്പോഴും അത് നമ്മളെ ഉറപ്പിച്ച് പറയുന്നുണ്ട്. പൃഥ്വിരാജിൻ്റെ ഒരു മാനരസങ്ങളും ഇല്ലാത്ത, നമ്മളെന്ന് പറഞ്ഞാൽ പൃഥ്വിരാജ് ഇന്നലെ വരെ അഭിനയിച്ച ഒരു മാനരസങ്ങളും ഇല്ലാത്ത ഒരു പുതിയ പൃഥ്വിരാജിനെ വെക്കുന്നുണ്ട്. അത് നജീബായി മാറുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ സിനിമ കണ്ടിറങ്ങിയാലും പൃഥ്വിരാജിനെ നിങ്ങൾ ഓർമ്മ വരില്ല, അല്ലെങ്കിൽ നജീബ് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു സാഹിത്യ സൃഷ്ടി സിനിമയാവുന്നു എന്ന് പറയുന്നിടത്ത് തന്നെ പൊതുവെ സാധാരണഗതിയിൽ ഇപ്പോൾ സാഹിത്യ സൃഷ്ടികൾ പലപ്പോഴായി മലയാളത്തിൽ സിനിമയായിട്ടുണ്ട്. ഈ അടുത്ത് തന്നെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. പക്ഷെ അപ്പോഴെല്ലാം പലപ്പോഴും ഈ കാഴ്ചക്കാർ അല്ലെങ്കിൽ ഇത് വായിച്ചിട്ടുള്ള വായനക്കാരും കാഴ്ചക്കാരുമായിട്ടുള്ള ആളുകൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് സിനിമ എത്ര പോരാ എന്ന് പറയുന്നത് നമ്മൾ സ്ഥിരം കേൾക്കാറുണ്ട്. അതായത് സിനിമ പുസ്തകത്തോളം അങ്ങ് എത്തിയില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ആടുജീവിതം കഴിഞ്ഞ ആളുകൾ മനസ്സ് നിറഞ്ഞാണ് പുറത്തേക്ക് വരുന്നത്, ഭയങ്കര സന്തോഷത്തിലാണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു ലിമിറ്റിനെ നമ്മൾ ക്രോസ് ചെയ്തു, അതിനെ മറികടന്നു എന്നുള്ളൊരു മറികടക്കാൻ വേണ്ടിയാണ് ഇത്രയും കാലം എടുത്തത് എന്നുള്ളതാണ്. ഈ നോവൽ സിനിമയാക്കണമെന്ന് ആലോചിച്ച കാലം മുതൽ തന്നെ നമ്മളുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ഭീതിയും വെല്ലുവിളിയും എന്ന് പറയുന്നത് ഇത് പുസ്തകത്തെ മറികടക്കാനില്ലെങ്കിൽ സിനിമ പരാജയപ്പെടും എന്ന അറിവായിരുന്നു. അപ്പോൾ അതിനെന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നമ്മൾ ആലോചിച്ചുകൊണ്ടേയിരുന്നത്. ആ കൂട്ടായ ആലോചനയിൽ തെളിഞ്ഞത് ദൃശ്യസാധ്യതയുടെ സിനിമയ്ക്ക് ഉപയോഗിക്കാൻ കഴിയാവുന്ന എല്ലാ സാധ്യതകളും ഉപയോഗിക്കുക എന്നുള്ള പരമാവധി മലയാള സിനിമയ്ക്ക് കഴിയാവുന്നത്ര. മലയാള സിനിമയ്ക്ക് നല്ല, ഇപ്പം നമ്മൾ ആടുജീവിതം കണ്ടിറങ്ങുമ്പോൾ ഇന്ത്യൻ സിനിമയ്ക്കോ ലോക സിനിമയുടെ ഒപ്പമോ എത്തുന്ന തരത്തിലേക്ക് ഒരു വലിയ വിഷ്വൽ ബ്യൂട്ടി കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. രണ്ട്, അതിൻ്റെ സംഗീതത്തിൻ്റെ സാധ്യത എന്ന് പറയുന്നത്. ഈ രണ്ട് സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ ഭീതിയെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പുസ്തകത്തെ മറികടക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ആ വിഷയത്തെ മറികടക്കാനുള്ള ബോധപൂർവമായ ഒരു ശ്രമം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് സാധിച്ചു എന്നുള്ളതാണ് ഈ സിനിമയുടെ മറ്റൊരു വലിയ സക്സസ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. ഇതിനോട് ചേർത്ത് പറയാവുന്നതാണ്, അതായത് ഇപ്പോൾ ആടുജീവിതം എന്ന് പറയുന്നത് മലയാളത്തിൽ സക്സസ്ഫുൾ ആയ ഒരു പുസ്തകമാണ്. 250ഓളം പതിപ്പുകൾ ഇറങ്ങിയ, എനിക്ക് തോന്നുന്നു അതിനെ ക്രോസ് ചെയ്യാൻ മറ്റൊരു പുസ്തകമില്ല. അത്രയും പതിപ്പുകൾ ഇറങ്ങിയൊരു പുസ്തകം, അത്രയധികം സാധാരണക്കാർ അത്രയധികം വായിച്ചൊരു പുസ്തകം. അങ്ങനൊരു പുസ്തകം സിനിമയാക്കുന്നു എന്ന് പറയുമ്പോൾ എഴുത്തുകാരൻ എന്ന രീതിയിൽ ബെന്യാമിൻ എന്ന എഴുത്തുകാരനത് വലിയ പ്രഷർ ഇല്ലെങ്കിൽ ഇപ്പോൾ ഒരു സംവിധായകനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പ്രഷറാണല്ലോ. വലിയ പ്രഷറാണ്. അതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും ബ്ലസ്സി സംസാരിച്ചിട്ടുണ്ട്? എല്ലായ്പ്പോഴും ഞങ്ങളുടെ സംസാരത്തിൽ അതാണ്. ഒരു സാധാരണ കഥയായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഇത് ഓരോരുത്തരും വായിച്ചിട്ടുണ്ട്, വായനക്കാരൻ ഓരോരുത്തരും ഇത് കണ്ടിട്ട് അഭിപ്രായം പറയും, വായനക്കാരൊരാളും അവരുടെ മനസ്സിൽ താരതമ്യം ചെയ്യും. അപ്പോൾ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ ഇത് താരതമ്യം ചെയ്യാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ള ഒരു ആലോചനയിലാണ് നമ്മൾ പ്രത്യേകിച്ച് മുന്നോട്ട്. അപ്പം പുസ്തകത്തിൻ്റെ തുടക്കം പോലെ ആവരുത് സിനിമയുടെ തുടക്കം. അങ്ങനെയൊക്കെ ചില സ്ട്രാറ്റജി നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. സിനിമ തുടങ്ങി ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കെങ്കിലും നമ്മൾ പുസ്തകം മറക്കണം എന്ന്. കാരണം വായിച്ചിട്ടുള്ള എല്ലാ വായനക്കാരനും പുസ്തകവും തലയിൽ വെച്ചിട്ടാണ് തിയേറ്ററിലേക്ക് കയറുന്നത്. അപ്പോൾ ആദ്യത്തെ 5 മിനിറ്റ് തന്നെ അത് മറക്കണമെന്നുള്ള ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ടുണ്ട്. അത്തരം സാധനങ്ങൾ സിനിമയിൽ വിജയിച്ചു എന്നുള്ളതാണ്. നമ്മൾ പല പ്രാവശ്യം ആലോചിച്ച് തീരുമാനിച്ച കാര്യങ്ങൾ വിജയിച്ചു എന്നുള്ളതാണ് സിനിമയുടെ പ്രത്യേകത. ഈ മ്യൂസിക്കിൻ്റെ സാധ്യതകളെ പറ്റി പറയുമ്പോഴേ, മ്യൂസിക് എന്ന് പറഞ്ഞാൽ ഈ സൈനു നജീബും തമ്മിലുള്ള ഈ ബന്ധത്തെ ഇത്രയും ഗാഢമായി അവതരിപ്പിക്കാൻ, ഇത്രയും തീവ്രമായി അവതരിപ്പിക്കാൻ മ്യൂസിക് ഭയങ്കരമായി റോള് വഹിച്ചിട്ടുണ്ടല്ലോ. അത് ഒരു പൊടിക്ക് മേലേക്ക് കൊണ്ടുപോകുന്നുണ്ടല്ലോ മൊത്തത്തിൽ. അപ്പോൾ അത് ഒരുപക്ഷെ പുസ്തകത്തിൽ ഇത്രയും സാധ്യതയിൽ ഇത്ര അധികം അത് എന്താ പറയുക, വിസിബിൾ അല്ല, അത്രത്തോളം സഞ്ചരിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ മ്യൂസിക്കും അതുപോലെ വിഷ്വലും ഭീകരമായത് അത് കണ്ടപ്പോൾ എന്താ തോന്നി? അല്ല, അത് ആ സാധ്യത പുസ്തകത്തിൽ മുഴുവൻ മരുഭൂമിയുടെ മറ്റ് സാധ്യതകളെക്കാളും ഉപയോഗിച്ചത്. അപ്പോൾ ഇങ്ങനെ ഒരു വലിയ സാധ്യതയുണ്ട് എന്ന് സംവിധായകൻ അതിനകത്തുനിന്ന് പുസ്തകത്തിൽ നിന്ന് കണ്ടെത്തുകയായിരുന്നു. കാരണം അകലെയായിരിക്കുമ്പോൾ എത്രത്തോളം നമ്മൾ വീടിനെ ഓർക്കുന്നു, നമ്മുടെ ബന്ധങ്ങളെ ഓർക്കുന്നു, നമ്മുടെ പ്രണയത്തെ ഓർക്കുന്നു എന്ന് പറയുന്ന ഒരു വലിയ വൈകാരികതയുണ്ട്. അപ്പം ഒറ്റയ്ക്കിരുന്ന് നജീബ് പുസ്തകത്തിൽ ചിന്തിച്ചു കൂട്ടിയ പറഞ്ഞുകൂട്ടിയ കാര്യങ്ങളെയൊക്കെ മറികടക്കണമെങ്കിൽ ഇത്തരം ചില വിഷ്വലിൻ്റെയും മ്യൂസിക്കിൻ്റെയും സാധ്യതകളിലൂടെ മാത്രമേ ആ വൈകാരികത പകർക്കാൻ പറ്റൂ. പുസ്തകത്തിൽ നമുക്ക് ആലോചനകളിലേക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ ഇതെങ്ങനെ വൈകാരികമായി കണക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളിടത്താണ് ഈ രണ്ട് സാധ്യതകൾ ഉപയോഗിക്കുകയും സൈനു എന്ന കഥാപാത്രത്തെ കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ ഓർമ്മകളിലേക്ക് പോവുകയൊക്കെ ചെയ്യുമ്പോൾ അത് മാനസികമായ ഒരു ഭയങ്കരമായ
ബന്ധമുണ്ടാക്കുകയും അവിടെ നിന്ന് പടം കുതിക്കാൻ തുടങ്ങുകയും ഒക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ പുസ്തകം വായിച്ചു കഴിയുമ്പോഴേ, അതായത് പുസ്തകത്തിൽ ഉള്ളതും സിനിമയിൽ ഇല്ലാത്തതായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഭയങ്കരമായി എനിക്ക് മിസ്സിങ് ആയി ഫീൽ ചെയ്തത്, ഞാൻ സിനിമയിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചൊരു കാര്യം മരുഭൂമിയിലെ മഴയായിരുന്നു. മരുഭൂമിയിലെ മഴ അല്ലെങ്കിൽ തണുപ്പ്, ഈ കാര്യം പുസ്തകത്തിലുണ്ട്, പക്ഷേ സിനിമയിലേക്ക് വരുമ്പോൾ അതില്ല. അപ്പോൾ അങ്ങനെ പുസ്തകത്തിൽ മഴ ഉണ്ട്, പക്ഷേ നമ്മൾ ഫസ്റ്റ് ഹാഫ് കഴിയുന്ന ഉടനെയാണ്, നിങ്ങളാരും കണ്ടോന്ന് എനിക്കറിയില്ല, അപ്പോഴത്തേക്ക് പലരും പുറത്തുനിന്ന് കയറി വരുന്നതേ ഉള്ളൂ. സെക്കൻഡ് ഹാഫ് തുടങ്ങുന്നത് മഴയോടുകൂടിയാണ്. ആ മഴയും അതിനുശേഷമുള്ള ഐസ് വീഴ്ചയും കഴിഞ്ഞിട്ടാണ് കഥയുടെ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് പോകുന്നത്. അപ്പോൾ ഞാനത് വിചാരിച്ചു, കാരണം തിയേറ്ററിൽ ഈ ഇടവേള സമയത്ത് കൃത്യമായി ആൾക്കാർ പുറത്തിറങ്ങുന്നവർ ശ്രദ്ധിക്കണം ഇനിയെങ്കിലും എന്നാണ് ഞാൻ പറയുന്നത്. അതാണ്, ആ സമയം ആകുമ്പോഴത്തേക്ക് പ്രധാനപ്പെട്ട ഒരു സീൻ നഷ്ടപ്പെട്ടു പോവുകയാണ്. ഞാനത് എന്താണ് അന്ന് ശ്രദ്ധിച്ചില്ല. ഞാൻ ബ്ലസ് സാറിനോട് പറഞ്ഞു, ഇച്ചിരി അങ്ങോട്ട് നീക്കിയിട്ടിട്ട് ഇപ്പുറത്തൊരു, കാരണം എപ്പോഴും തിയേറ്ററിൽ ആൾ കയറാൻ ഒരു 2 മിനിറ്റ് വൈകാറുണ്ട്. ആ 2 മിനിറ്റ് കൊണ്ട് ഭയങ്കരമായ ഒരു വിഷ്വൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് പലർക്കും എന്ന് എനിക്ക് തോന്നുന്നു. മഴയുണ്ട്, മഴ കാണിക്കുന്നുണ്ട്. അതുപോലെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ആടുകളുമായുള്ള ബന്ധം, അത് കുറച്ചുകൂടി കൂടുതലായി പുസ്തകത്തിൽ ഉള്ള കാര്യമാണ്. ഇപ്പം ആടിന് പേരിടുന്നത്, മകൻ്റെ പേര് ആടിനിടുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ കാര്യമായി. അല്ലാതെ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ അതും ആലോചിച്ച ഒരു കാര്യമാണ്. അതിനകത്ത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ സിനിമ മൂവ് ചെയ്ത് മുമ്പോട്ട് പോകുമ്പം ഇത്തരം സാധ്യതകളിലേക്ക് പോകുമ്പോൾ ഭയങ്കരമായിട്ട് ലാഗടിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഭയങ്കര ഇപ്പം തന്നെ 3 മണിക്കൂറാണ്, അപ്പം എക്സ്ട്രാ ഡീറ്റെയിലിങ്ങിലേക്ക് പോകുന്നു. പക്ഷേ പ്ലസ് മനോഹരമായ ഒരു ദൃശ്യത്തിലൂടെ, അത് സിനിമ കാണുന്നവർക്കറിയാമല്ലോ, കണ്ടു കഴിയുമ്പോൾ ആ ആടും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ തീക്ഷ്ണത ഭയങ്കര രസകരമായ ഒരു സീനിൽ അവതരിപ്പിക്കുന്നുണ്ട്. അതോടുകൂടി അത് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആടെങ്ങനെയാണ് ആ മനുഷ്യനെ സംരക്ഷിക്കുന്ന തരത്തിലേക്ക് വരികയും പിന്നീടുള്ള ജീവിതത്തിൽ അയാൾക്ക് തുണയാവുന്നതെന്ന് ആ ഒറ്റൊരു സീൻ മതിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്തരത്തിൽ അതിനെ നമ്മൾ പുസ്തകത്തിൽ പറയുന്ന പോലെ ഡീറ്റെയിലിംഗ് ആയിട്ടല്ലെങ്കിൽ പോലും മാനസികമായി ആ കൃത്യസ്ഥലത്ത് അത് പ്ലേസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. തിയേറ്ററിൽ ആ സീൻ വന്നപ്പോൾ ഭയങ്കരമായിട്ട് ആൾക്കാർ കൈയടിക്കുകയൊക്കെ ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഈ അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങൾ, ഇപ്പം മേരി മൈമുന എന്നൊക്കെ ഉള്ള കഥാപാത്രം, ആദ്യ പ്രണയം, ആദ്യ പ്രണയത്തെ പറ്റിയൊക്കെ പറയുന്നത്, പക്ഷേ അത് സിനിമയില്ല. പക്ഷേ സിനിമ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ പറയുമ്പോഴേ, അതായത് ഇങ്ങനെ ചില കാര്യങ്ങളെ മാറ്റി നിർത്തി ആടുജീവിതത്തിൻ്റെ എസെൻസിനെ സിനിമയാക്കുക എന്ന് പറയുന്നിടത്ത് അതാ ഞാൻ ചോദിച്ചത്. അതായത് ഈ കഥ കേൾക്കുമ്പോൾ ഒരു പക്ഷേ ഈ പുസ്തകത്തിന് അപ്പുറത്തേക്ക് ഈ നറേഷൻ നീണ്ടിട്ടുണ്ടാവുമല്ലോ, അതിൽ നിന്ന് ഒരുപാട് ചിന്തിച്ചിട്ടുണ്ടോ പുസ്തകം എവിടെ തുടങ്ങണം, എവിടെ അവസാനിക്കണം, എങ്ങനെ പോകണം ഈ പുസ്തകം എന്നുള്ളതിനെ കുറിച്ചൊരു ധാരണയിലേക്ക് എത്തുന്നു. അവിടുന്ന് വീണ്ടും ഒരു ഫിൽറ്ററിങ് നടന്നിട്ടാണ് ഇതിങ്ങനെ എസെൻസ് ഊറ്റി അവസാനത്തെ സ്റ്റേജിലാണല്ലോ ഇത് വരുന്നത്. ആ ട്രാവലിനെ എങ്ങനെയാണ് കാണുന്നത്? ഇതിങ്ങനെ ഓരോ സ്റ്റേജിൽ അല്ല, നജീബ് പറഞ്ഞ കഥയിൽ നിന്ന് എനിക്ക് എടുക്കേണ്ടതും അല്ലെങ്കിൽ എൻ്റെ മനസ്സിലുള്ളതും കൂടി ചേർത്തിട്ടാണ് ആടുജീവിതം എഴുതിയത്. അപ്പം നജീബിൻ്റെ കഥ നോവലാക്കുക എന്നുള്ളതല്ല എൻ്റെ ലക്ഷ്യം. എൻ്റെ ലക്ഷ്യം എൻ്റെ നോവലിന് മനോഹരമായ മുഹൂർത്തങ്ങൾ ഉണ്ടാവുക, അതിനെ മുന്നോട്ട് ചലിപ്പിച്ചു കൊണ്ടുപോവുക, അതിനകത്ത് പല തരത്തിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാക്കുക. ഞാൻ അനുഭവിച്ച തലം അല്ലെങ്കിൽ മരുഭൂമിയിൽ ജീവിച്ച അല്ലെങ്കിൽ ഗൾഫിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യനും കടന്നു പോകുന്ന മാനസികാവസ്ഥകൾ എന്തൊക്കെയാണ്, അതിനെ എങ്ങനെ ആത്മീയപരമായി നേരിടുക, അവൻ്റെ പ്രത്യാശ കൈവിടാതിരിക്കുക, ഇത്തരം കാര്യങ്ങളിലാണ് ഞാൻ ശ്രദ്ധ ഊന്നിയത്. അതുപോലെ തന്നെ ബെന്യാമിൻ പറഞ്ഞ സാധനത്തെ അതുപോലെ പകർത്തലല്ല ബ്ലെസ് ചെയ്തത്. അപ്പോൾ ബ്ലെസ്സിക്ക് ആവശ്യമുള്ളത് എന്ത് എന്നാണ് അദ്ദേഹം ആലോചിച്ചത്. അതുകൊണ്ടാണ് അതിനകത്ത് ഞങ്ങളുടെ തീരുമാനത്തിൽ ഏറ്റവും മനോഹരമായതെന്ന് പറയുന്നത് തിരക്കഥ ബ്ലെസ്സി തന്നെ എഴുതുക എന്ന് പറയുന്നത്. അദ്ദേഹം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകൾക്കും എഴുതുന്നത്. ഇതിന് വേണമെങ്കിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ നിർദ്ദേശിക്കും കഥാകൃത്തായ ബെന്യാമിൻ തന്നെ എഴുതട്ടെ. അത് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം ആയപ്പോൾ തന്നെ ഞാൻ സ്വയം തീരുമാനിച്ചത് ഞാൻ ഒരിക്കലും തിരക്കഥ എന്ന് പറയുന്ന ഒരു സാധനത്തിലേക്ക് കൈവെക്കുകയോ അതിന് ചെയ്യുകയോ ഇല്ലെന്നുള്ളതാണ്. കാരണം നമ്മൾ ഇനി ഈ സിനിമയിലേക്ക് കൈവച്ചാൽ എപ്പോഴും നമ്മളൊരു കഥയുടെ ലോക്കിൽ കിടക്കുകയാണ്, അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ കഴിയില്ല. പുറത്ത് നിൽക്കുന്ന ഒരാൾ ചെയ്തെങ്കിൽ മാത്രമേ അത് ബ്ലെസ്സി അത് മനോഹരമായിട്ട് ചെയ്തു. അപ്പോൾ നോവലിനകത്തുള്ളതിൽ നിന്ന് ഈ പറഞ്ഞതുപോലെ അതിനകത്ത് വേണ്ട എസൻസ് മാത്രം ഊറ്റിയെടുത്താൽ മതി എന്ന് മൂന്നാമതായ ഒരാൾക്ക് മാത്രമേ ചിന്തിക്കാൻ കഴിയൂ. അത് ബ്ലെസ്സി അങ്ങനെ ചിന്തിച്ചു എന്നുള്ളതാണ് അതിനകത്തെ മനോഹരമായ കാര്യം. ഞാൻ അതിനകത്ത് ഇടപെടാതിരുന്നത് വളരെ നന്നായി. ഇടപെടാമെന്ന് പറഞ്ഞാൽ മറ്റിടപെടലുണ്ടെങ്കിൽ പോലും ഒരു തിരക്കഥാകൃത്ത് എന്ന നിലയിൽ ഞാൻ വരാതിരുന്നത് വളരെ നന്നായി. അദ്ദേഹം അതിൻ്റെ കൃത്യമായ പോയിന്റുകൾ കണ്ടെത്തി അവതരിപ്പിച്ചു എന്നുള്ളതാണ് എൻ്റെ. ബ്ലെസ്സിയുടെ ഒരു വേർഷൻ ഓഫ് ആടുജീവിതമാണ് എന്ന് പറയാല്ലേ? അങ്ങനെ തന്നെയാണ് നമ്മൾ പറയേണ്ടത്. എല്ലാ സിനിമകളും ഒരു സംവിധായകൻ്റെ ഒരു വേർഷനാണ്. ഇപ്പോൾ ഞാനെപ്പോഴും പറയും, എന്നെങ്കിൽ
ഈ നോവലും സിനിമയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ പറഞ്ഞത് ഈ കരിമ്പും പഞ്ചസാരയും തമ്മിലുള്ള ബന്ധമാണ്. കരിമ്പിൻ്റെ മധുരമല്ല പഞ്ചസാരയാണ്, രണ്ടും മധുരമാണെങ്കിൽ പോലും അത് രണ്ടും രണ്ടായ സാധനങ്ങളാണ്. അതിനകത്ത് കുറേ കെമിക്കൽ ചേർത്തും അയാളുടേതായ ഇഷ്ടങ്ങൾ ചേർത്തും ഒക്കെ ചെയ്ത ഒരു സാധനമാണ്. അപ്പോൾ ബ്ലിസ് സാറ് ഞങ്ങളൊരു അഭിമുഖത്തിൽ ഇതുപോലെ പറഞ്ഞപ്പോൾ ഞാൻ ഈ പഞ്ചസാരയുടെ ഉദാഹരണം പറഞ്ഞപ്പം കരിമ്പിൽ നിന്ന് പലതും ഉണ്ടാക്കാം, ശർക്കര ഉണ്ടാക്കാം, പഞ്ചസാര ഉണ്ടാക്കാം, കള്ളം ഉണ്ടാക്കാം, ഏതാണ് ഉണ്ടാക്കേണ്ടതെന്ന് ഉണ്ടാക്കുന്നവരാണ് തീരുമാനിക്കുക എന്ന് പറഞ്ഞതുപോലെ ഞാൻ കൊടുത്ത കരിമ്പ് അദ്ദേഹം എന്താണെന്നുള്ളത് അദ്ദേഹമാണ് തീരുമാനിച്ചത് എന്നുള്ളതാണ്. ഇപ്പോൾ ആടുജീവിതം ഈ സിനിമ വരാൻ പോകുന്നു എന്ന് കേൾക്കുന്നിടത്ത്, അല്ലെങ്കിൽ ഇതിൽ നജീബായി പൃഥ്വിരാജാണ് അഭിനയിക്കാൻ പോകുന്നത് എന്നൊക്കെ കേൾക്കുന്നത് മുതൽ ആടുജീവിതം വാർത്തയിലുണ്ട്, പൂർണ്ണമായി വാർത്തയിലുണ്ട്. വർഷങ്ങളായി തന്നെ ആടുജീവിതം വാർത്തകളിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ഇതിൻ്റെ ഓരോ സ്റ്റേജും ഈ കഥ വായിച്ചതുപോലെ തന്നെ ഇത് സിനിമയാവുന്നതിൻ്റെ ഓരോ സ്റ്റേജും ഈ മലയാളികൾക്ക് മുഴുവൻ അറിയാം. എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഈ കോവിഡിൻ്റെ സമയത്തുണ്ടായ ബുദ്ധിമുട്ടുകൾ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ബെനിച്ചേട്ടൻ ആ സമയത്ത് ഈ പറഞ്ഞ പോലെ സമൂഹത്തിൽ മറ്റു പലതരത്തിൽ സജീവമായിരിക്കുന്നു, എഴുതുന്നുണ്ട്, ഇതുപോലെയുള്ള സദസ്സുകളിൽ പങ്കെടുക്കുന്നു, അങ്ങനെ സജീവമായിരിക്കുകയാണ്. ഒരു ഭാഗത്തോടെ ഈ സിനിമ സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ വിവരങ്ങളും അറിയുന്നുണ്ടാവുമല്ലോ. ഇപ്പോൾ ജോർദാനിൽ കുടുങ്ങി എന്നുള്ള വിവരം അറിയുന്നു, അപ്പം അവിടുത്തെ കാര്യങ്ങൾ അറിയുന്നു. അപ്പോൾ നമ്മുടെ ഒരു സൃഷ്ടിയാണ് ഈ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്, ഇവിടെ എത്തിയാലോ ഒരു ആവലാതിയോ അല്ലെങ്കിൽ ടെൻഷനോ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഇത് ഞാൻ പറഞ്ഞില്ലേ, 16 ഞങ്ങൾ 2008 ഇറങ്ങിയ കാലം മുതൽ തന്നെയുള്ള ആലോചനയും കാര്യങ്ങളുണ്ട്. അന്ന് മുതൽ ഈ ആടുജീവിതം എന്ന സിനിമ നേരിട്ടതുപോലെ പ്രതിസന്ധിയും പ്രശ്നങ്ങളും വേറത്തെ ലോകത്തൊരു മനുഷ്യനോ ഒരു സിനിമയോ ഒരു പ്രൊജക്റ്റോ നേരിട്ടിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുകൂടെ സ്വപ്നം കണ്ടു തുടങ്ങിയ ഒന്നാണ്. നമ്മൾ മാറി നിൽക്കുന്നത്, കഥ കൊടുത്ത് മാറി നിൽക്കല്ലേ. ഞാൻ പറഞ്ഞ പോലെ തിരക്കഥയുടെ എഴുതി കഴിഞ്ഞ ശേഷം ബ്ലിസ് സാറിനെ കാണിക്കുന്നു, ഞങ്ങൾ രണ്ടുപേരും കൂടെ അത് ഡിസ്കസ് ചെയ്യുന്നു, സീനുകൾ എങ്ങനെ റീഅറേഞ്ച് ചെയ്യുന്നതിനെ സംബന്ധിച്ച് എൻ്റെ അഭിപ്രായം പറയുന്നു, സാറത് തിരുത്തുന്നു. ലൊക്കേഷനിൽ ഞാനുണ്ടായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് സിനിമയ്ക്കുണ്ടാകുന്ന ഓരോ പ്രതിസന്ധികളും നമ്മളുടെ പ്രശ്നങ്ങൾ കൂടിയാണ്. അതിനുണ്ടാകുന്ന ഓരോ തടസ്സങ്ങളും അത് നമ്മളെക്കുറിച്ച് ബാധിക്കുന്നുണ്ട്. നമ്മൾ അപ്പുറത്തൂടെ പോകുന്നെങ്കിലും ഇത് എങ്ങനെയെങ്കിലും പോട്ടെ എന്നുള്ളതല്ല. കാരണം ഇതിനൊക്കെ ഉത്തരം പറയേണ്ട ഒരാൾ ഞാൻ കൂടിയാണ്. ഈ പൊതുവേദിയിലൊക്കെ പോകുമ്പോഴും ആടുജീവിതം എന്തായി, എവിടെ വരെയായി, ഷൂട്ടിംഗ് എന്തുകൊണ്ടാണ് നടക്കാത്തത്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറയാൻ അല്ല, ഇത് എൻ്റെ അല്ല എന്ന് പറഞ്ഞ് ഞാൻ ഒരിക്കലും ഒഴിഞ്ഞു മാറി നിന്നിട്ടില്ല. അതിനുള്ള കാരണങ്ങൾ ഇന്നതൊക്കെയാണ് എന്ന് പറഞ്ഞ് ഞാനതിനെ വിശദീകരിക്കുക മാത്രമാണ് ചെയ്തത്. അതുകൊണ്ട് ആ ആകുലത ചിലപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ, ചിലപ്പോൾ എല്ലാ കാലത്തേക്കുമായി നിലച്ചു പോകുമോ എന്ന ഭീതി നമുക്കുണ്ടായിട്ടുണ്ട്. എന്ന് അടുത്ത ഷൂട്ടിംഗ് തുടങ്ങാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് ആലോചന ഉണ്ടായിട്ടുണ്ട്. ഇനി ഇങ്ങനെ നീണ്ടാൽ ഇതെവിടെയാണ്, അങ്ങനെ പറഞ്ഞില്ലേ, പ്രശ്നങ്ങളുടെ മേൽ പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോഴൊക്കെ നമ്മളും അതിൻ്റെ ഭാഗമായിരുന്നു. ഞാനും ബ്ലിസ് സാറും വിളിച്ച് സംസാരിക്കും, അതെങ്ങനെയാണ് റെഡിയാവും എന്ന് ഞങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കും. അങ്ങനെയൊക്കെ അങ്ങ് മുന്നോട്ട് പോയി എന്നുള്ളതാണ്. അത് എൻ്റെ കൂടെ പ്രശ്നമായിരുന്നു. ഇതിൻ്റെ ഷൂട്ടിങ്ങിനിടയിൽ ഒരിക്കൽ ജോർദനിൽ പോയിരുന്നല്ലോ. അതെ, പോയിരുന്നു. അപ്പോൾ ഞാൻ ഇടയ്ക്ക് കാണുന്ന സമയത്തൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു, ജോർദനിൽ പോയിട്ടുണ്ടായിരുന്നു, അതുപോലെ സിനിമ കണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് എപ്പോഴും ബെനിച്ചേട്ടൻ പറയുന്ന കാര്യം, ഇല്ല കണ്ടില്ല, ബ്ലെസ്സി സാറ് പറഞ്ഞത് അവസാനത്തെ വേർഷൻ കണ്ടാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് കണ്ടിട്ടില്ല ഇതുവരെ എന്ന് പറയാറുണ്ടായിരുന്നു. അപ്പോൾ ഈ ജോർദനിൽ പോയ സമയത്ത് അനുഭവം എന്തായിരുന്നു? ഈ ഷൂട്ടിൻ്റെ നേരിട്ട് കാണുമല്ലോ, ഇതിൻ്റെ ഒരു സന്നാഹവും എത്രത്തോളം എഫേർട്ട് ഇവർ ഇതിനെടുത്തു? അത് ഭയങ്കരമായി അത്ഭുതപ്പെടുത്തുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മണിരത്നം പടം കണ്ടിട്ട് പറഞ്ഞത്, നിങ്ങളിത് എങ്ങനെ ഷൂട്ട് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ പടം തന്നെ ഇനിയൊരു തവണ ഇപ്പം ആസ്വദിച്ച് കണ്ടതിന് ശേഷം ഇനിയും ഒരു തവണ ക്യാമറയ്ക്ക് പിന്നിൽ ഇരുന്നുകൊണ്ട് ആ സിനിമ എന്ന് കാണണം. ക്യാമറയുടെ പിന്നിൽ ഇരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും എന്ന് വിചാരിച്ചിട്ട് ഇതൊരു പടം ഷൂട്ട് ചെയ്യുകയാണെന്ന് പറയുന്നത്. അപ്പോഴേ അതിൻ്റെ എഫേർട്ട് എത്രയാണെന്ന് പറയുന്നത്. നിങ്ങൾ അതിനകത്തെ ഓരോ സീനുകളും പരിശോധിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതിനകത്തെ മണൽ കൂനകളിലോ അതിൽ നടന്ന ഒരു കാൽപ്പാട് പോലും ഇല്ലാത്ത വിധത്തിലാണ് അത് ചിത്രീകരിച്ചിരിക്കുന്നത്. 2 തവണ ഒരു മനുഷ്യൻ അതിൽ നടന്നാൽ ആ കാൽപ്പാട് വീഴും, 2 തവണ ടേക്ക് എടുത്താൽ ഇത് കാൽപ്പാട് വീഴും. 80ഓളം ആൾക്കാർ ഈ പുറകിൽ നിൽക്കുകയാണ്, അവർ എങ്ങോട്ട് വേണമെങ്കിലും നടക്കാവുന്നതാണ്. അപ്പോൾ അവിടാണ് ഇത്ര വിശാലമായ മരുഭൂമിയുടെ ഭയങ്കരമായ സീക്വൻസുകൾ കാണിക്കുന്നത്. അതാണ് അതിൻ്റെ സൂക്ഷ്മത, അതിൻ്റെ എഫേർട്ട് എന്ന് പറയുന്നത്. രാവിലെ ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ചെല്ലുമ്പോൾ രാവിലെ മറ്റ് ഈ യൂണിറ്റ് അംഗങ്ങളെല്ലാം പുറപ്പെടുന്നതിന് മുമ്പേ തന്നെ ബ്ലെസ്സി സാറ് പോവും. അന്ന് ഷൂട്ട് ചെയ്യേണ്ട ഏരിയ മുഴുവൻ
മാർക്ക് ചെയ്ത് വല കെട്ടി എന്താ ലൈൻ കെട്ടി വെക്കും, അവിടെ ഒരാൾ പ്രവേശിക്കരുത് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള മുൻകരുതൽ എടുത്തിട്ടാണ്. കാരണം ഒരാൾ നടന്നു കഴിഞ്ഞാൽ പിന്നെ അത് മായാൻ നമുക്ക് പ്രകൃതിയെ സ്വയം മായ്ക്കുക, കാറ്റടിച്ച് മായ്ക്കുക എന്നുള്ളതല്ലാതെ നമ്മൾ കൈകൊണ്ട് എത്ര മായ്ച്ചാലും അത് വിസിബിൾ ആവുക എന്നുള്ളത്. അപ്പോൾ അത്തരത്തിൽ സൂക്ഷ്മമായ എഫേർട്ട് നമ്മളിതിൻ്റെ പിന്നിൽ കാണുകയാണ്. പിന്നെ ഈ ആടെന്ന് പറയുന്ന ജീവി എങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകുന്ന ജീവിയാണ്. നമ്മൾ സിനിമയിലൊക്കെ കാണുമ്പോൾ ഭയങ്കര രസമാണെങ്കിൽ പോലും ഇതുപോലെ മെനക്കെട്ട ഒരു ജീവി ഇല്ലെന്ന് നമ്മൾ പറഞ്ഞു പോകും. കാരണം നമ്മൾ ആക്ടർ ആക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ആട് ആക്ട് ചെയ്യണം. അപ്പോൾ അതിലൊക്കെ എടുക്കുന്ന എഫേർട്ട് നമ്മൾ കണ്ട് മനസ്സിലെ ഷൂട്ടിങ്ങിനോട് ചേർന്ന് നിൽക്കാത്ത ഒരാൾക്ക് ഭ്രാന്ത് വരും. മനസ്സിലെ ഷൂട്ടിങ്ങിൻ്റെ ഉള്ളിലാണെങ്കിൽ ചിലപ്പോൾ അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു അത് ചെയ്യുന്നു ഇത് പുറത്ത് കണ്ടു നിൽക്കുന്ന ഒരാൾക്ക് ഭ്രാന്ത് വരുന്ന തരത്തിൽ. എന്നാൽ ബ്ലസ്സി സാറിനെ സംബന്ധിച്ചിടത്തോളം പെർഫെക്ഷൻ്റെ ഉസ്താദ് എന്ന് പറയുന്ന തരത്തിൽ എത്ര തവണ എടുത്താലും അത് ഞാൻ പറയുന്നത് 18 തവണ എടുത്തിട്ടേക്ക് എനിക്ക് ഓർമ്മയുണ്ട്, 20 തവണ എടുത്തിട്ടേക്ക് എനിക്ക് ഓർമ്മയുണ്ട്. അത്തരത്തിൽ ഇത്രയും പ്രതിസന്ധികൾ പ്രശ്നങ്ങളുണ്ട്, ഇതെങ്ങനെയെങ്കിലും സിനിമ തീർക്കണം എന്നൊക്കെ വിചാരിക്കുന്നതിനിടയിൽ പോലും പെർഫെക്ഷൻ്റെ കാര്യത്തിൽ ബ്ലസ്സി സാർ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിട്ടില്ല. ഇത്തരത്തിലുള്ള കഠിനാധ്വാനങ്ങൾ മുൻകരുതലുകൾ ഒക്കെ എടുത്തുകൊണ്ടാണ് ആ ഷൂട്ടിംഗ് പോയതെന്ന് ഞാൻ ആ കാലത്തെ കുറിച്ച് ഓർക്കുന്നു. ഇപ്പോൾ ആടുജീവിതം വരുന്ന സമയത്തും ആടുജീവിതത്തിൻ്റെ ഈ പറയുന്ന ചെറിയ സോങ് ഒക്കെ റിലീസ് ചെയ്യുന്ന സമയത്തൊക്കെ ഇത്തരം ട്രെയിലറുകളൊക്കെ വരുന്ന സമയത്ത് ആളുകൾ വളരെയധികം പ്രതീക്ഷ അർപ്പിച്ച ഒരു സിനിമയായിരുന്നു. അതുപോലെ ഇത് നന്നായി വരണേ എന്നുള്ളത് എഴുത്തുകാരൻ്റെയും സംവിധായകൻ്റെയും മാത്രമല്ല മലയാളികളുടെ മുഴുവൻ പ്രാർത്ഥനയായിരുന്നു. തീർച്ചയായിട്ടും എത്രയോ അധികം ആൾക്കാരുടെ പ്രാർത്ഥനയായിരുന്നു ഈ സിനിമ നന്നായി വരണേ. കാരണം തങ്ങൾ വായിച്ച പുസ്തകത്തിൽ നിന്ന് ഒരു അംശം പോലും ചോർന്നു പോകരുതേ എന്ന്, അല്ലെങ്കിൽ തങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മേലെ ആയിരിക്കണേ ഇതെന്ന് ഓരോ വായനക്കാരനും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും നമുക്ക് എന്താ മെസ്സേജുകൾ അയക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞങ്ങളെക്കാൾ കൂടുതൽ ആദ്യം അവർക്കായിരുന്നു ഇത് സിനിമ താഴെയായി പോകുമോ, സിനിമ വീണു പോകുമോ എന്നുള്ള ഒരു ആദ്യം. പക്ഷേ അവരുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടും അനുഗ്രഹം കൊണ്ടും ഒക്കെ ആയിരിക്കാം സിനിമ ഒരു തരത്തിലും താഴെയായി പോയില്ല. നിങ്ങളുടെയൊക്കെ സ്വപ്നങ്ങളെ മറികടക്കുന്നതാണ് ആടുജീവിതം എന്ന് ഞാൻ ഷൂട്ടിങ്ങിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ മുതൽ തന്നെ പറയാൻ തുടങ്ങി. നമ്മളുടെ സ്വപ്നങ്ങളെ മറികടക്കുന്നതാവും ആടുജീവിതം, ഒരു കോൺഫിഡൻസ് വന്നു തുടങ്ങി എന്നുള്ളതാണ്. ഇപ്പം ഈ ആത്മവിശ്വാസം അല്ലെങ്കിൽ ഈ ആഗ്രഹത്തിൻ്റെ ഒക്കെ പരകോടിയിൽ ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ. ഇപ്പോൾ പല രീതിയിൽ അത് ചർച്ചയിൽ വന്നിട്ടുണ്ട്. അതായത് ആടുജീവിതം ഒരു ഓസ്കർ നോമിനേഷൻ ആയി മാറണമെന്നുള്ള തരത്തിലേക്കുള്ള ചർച്ചകളുണ്ട്, ആളുകൾ പറയുന്നു. അപ്പോൾ ആ രീതിയിൽ ഇത് നമ്മുടെ ലിമിറ്റെല്ലാം കടന്ന് ഈ പറയുന്ന എല്ലാ സീമകളെയും കടന്നു വെച്ച് കവച്ചു വെച്ച് ഇത് പരിധികളില്ലാതെ സഞ്ചരിക്കുമെന്നൊരു പ്രതീക്ഷപ്പെടുന്നു. ആ രീതിയിൽ ഒരു ഗ്ലോബലി റെക്കഗ്നൈസ് ചെയ്യപ്പെടും എന്നുള്ളൊരു അല്ല, ആ ഗ്ലോബൽ റെക്കഗ്നൈസേഷൻ അങ്ങനെ ഉണ്ടാവുന്നതല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ചരിത്ര യാഥാർത്ഥ്യം. നമ്മളിപ്പോൾ ഈ സിനിമ ഇതേപോലെ തന്നെ ഈ നിമിഷം റിലീസ് ചെയ്തത് ഹോളിവുഡിലായിരുന്നുവെങ്കിൽ അതിന് യാതൊരു സംശയവുമില്ല ഈ പടം അതിന് അർഹമായ പടമാണ്. പക്ഷേ ഓസ്കാറിൽ വരെ എത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു സംഗതിയല്ല. അതിനുള്ള മാനദണ്ഡങ്ങൾ, നമ്മൾക്ക് അതിന് മുടക്കാൻ ഉണ്ടാവേണ്ട പണം, ഇതൊക്കെ വലിയ കാര്യമാണ്. ഇപ്പം ഈ നോവലിനെ സംബന്ധിച്ച് ഞാനെപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. ഗബ്രിയേൽ ഗാർസിയ മാർക്കേസിൻ്റെ ഏകാന്തയുടെ 100 വർഷങ്ങൾ എങ്ങനെയാണ് നോബൽ സമ്മാനം വരെ എത്തി ലോക സഞ്ചാരം നടത്തിയതെന്നതിനെ വിശദീകരിക്കുന്ന അസെൻറ്റ് ഗ്ലോറി എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അതിനകത്ത് നിരൂപകന്മാർ, ഏജൻറ്റുമാർ, സർക്കാർ ഏജൻസികൾ, അക്കാഡമികൾ, പ്രിൻറ്റേഴ്സ്, എഡിറ്റേഴ്സ്, സ്കോളേഴ്സ് എല്ലാം ചേർന്ന് നടന്ന ഒരു വലിയ പദ്ധതിയുണ്ട്. പണം മുടക്കിയവരുടെ വലിയ ഇതുണ്ട്. അതെല്ലാം കൂടെ ചേർന്നാണ് ഒരാൾ ഒരിടത്തെത്തുന്നത്, ഒരു നോബൽ സമ്മാനത്തിലെത്തുന്നത്. അതിനേക്കാൾ 100 മടങ്ങ് എഫേർട്ടാണ് നമ്മുടെ ഒരു പടമോ നമ്മുടെ ഒരു നടനോ ഓസ്കാറിലെത്തുക എന്ന് പറയുന്നത്. അത് അമേരിക്കയിൽ പ്രദർശിക്കപ്പെടേണ്ടതിൻ്റേതായ ചില നിയമാവലികൾ, അവിടെ കൊണ്ടുവന്ന് ഇവരെ ഈ 10,000-2000 വരുന്ന നോമിനേറ്റ് ചെയ്യേണ്ടവരെ കാണിക്കാനുള്ള ഉത്തരവാദിത്വം, ഇതിനൊക്കെ ഹ്യൂജ് മണി മുടക്കാൻ, ക്യാമ്പയിൻ, അതിനുള്ള ക്യാമ്പയിൻ്റെ മണി പവർ നമ്മുടെ കയ്യിലുണ്ടാവണം. അതിന് മാത്രമുള്ള കണക്ഷൻസ് നമ്മുടെ കയ്യിലുണ്ടാവണം. അപ്പോഴാണ് ഇവരൊക്കെ ഇത് കാണുകയും ഇത് നല്ലതാണെന്ന് പറയുക. അതുകൊണ്ട് നമുക്ക് സ്വപ്നം കാണാം എന്നുള്ളതല്ല. അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം, ചില കൊറിയൻ പടങ്ങളോ ഒക്കെ അവിടെ ചെന്ന് അറിയാതെ ഹിറ്റായി പോകുന്ന ചില സാധ്യതകളുണ്ട്. അങ്ങനെ ഹിറ്റാവുകയും അവരുടെ ശ്രദ്ധയിൽ വരികയും ഒക്കെ ചെയ്യുമ്പോൾ മാത്രമായിരിക്കും. അതുകൊണ്ട് നമുക്ക് മലയാള സിനിമയുടെ ഒരു പരിമിതി, നമ്മളുടേതായ സാമ്പത്തിക പരിമിതി ഒക്കെ കൊണ്ട് നമുക്ക് അങ്ങനെ സ്വപ്നം കാണാം എന്നുള്ളതല്ലാതെ. അതുപോലെ തന്നെ ഇത് റീജിയണൽ സിനിമയെ അത്രയധികം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സിസ്റ്റവും അല്ല. ഒട്ടുമേ അല്ല. അവർ അവരുടേതായ സിനിമ അല്ലാതെ ഒരു സിനിമ കാണാൻ പോലും അവർ തയ്യാറാവില്ല എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ
ഇങ്ങനെ പലരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് അവർ റീജിയണൽ സിനിമ അവരൊന്ന് കാണണമല്ലോ, കണ്ടിട്ട് വേണമല്ലോ ശരി ഇത് നോമിനേറ്റ് ചെയ്യണോ വേണ്ട എന്ന് തീരുമാനിക്കണം. അത്തരത്തിലുള്ള വിവേചനമൊക്കെ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിനെയൊക്കെ മറികടക്കാനുള്ള പവർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ എത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് സ്വപ്നം കാണാം. തീർച്ചയായിട്ടും ഒരു സിനിമ എന്ന നിലയിൽ, ഒരു നടൻ എന്ന നിലയിൽ, മ്യൂസീഷ്യൻ എന്ന നിലയിലൊക്കെ തീർച്ചയായിട്ടും ഇതൊക്കെ അർഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കിട്ടുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് നാളെ ആലോചിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതിനിടയിൽ അത് ചോദിക്കേണ്ടതെന്ന് തോന്നുന്നു. ഇപ്പോൾ നജീബിനെ കുറിച്ച് ഉള്ള ഡോക്യുമെൻറ്റേഷൻസ് അതിനുശേഷം ഒരുപാട് വരുന്നുണ്ട്. ഇപ്പോൾ യഥാർത്ഥ ഷുക്കൂർ എന്ന ആ വ്യക്തിയെ ഡോക്യുമെൻ്റ് ചെയ്തുകൊണ്ടുള്ള ഒരുപാട് വീഡിയോകൾ, ഒരുപാട് ഇൻ്റർവ്യൂകൾ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ പുള്ളി ഇപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരുപാട് ഡോക്യുമെൻറ്റേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നജീബുമായിട്ട് നിരന്തരം കമ്മ്യൂണിക്കേഷനിലുണ്ടോ എന്ന നജീബിൻ്റെ ഇപ്പോഴത്തെ? നജീബുമായി നിരന്തരം കമ്മ്യൂണിക്കേഷൻ അന്നുകൊണ്ട് ഇന്നുമുണ്ട്. ഇന്നും ഇപ്പം ഞങ്ങൾ ഒന്നിച്ചാണ് സിനിമ കണ്ടത്. കഴിഞ്ഞ ദിവസം എന്താണ് മ്യൂസിക് ലോഞ്ചിൽ ഞങ്ങൾ രണ്ടുപേരും കൂടാണ് വന്നത്. ഞങ്ങൾ രണ്ടുപേരും കൂടി ഈ ഹോട്ടലിൽ വന്ന് ഇവിടെ വന്ന് താമസിച്ചിട്ടാണ് പോയത്. എല്ലാ കാണുമ്പോഴെല്ലാം സംസാരിക്കുകയൊക്കെ ചെയ്യുന്നവരാണ്. ദീർഘകാലം അദ്ദേഹം ഗൾഫിൽ തന്നെയായിരുന്നു. ഇപ്പോൾ 2 വർഷമായുള്ള അദ്ദേഹം ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നിട്ട്. പിന്നെ എന്നെങ്കിൽ എന്താണ് ബുദ്ധിമുട്ട് എന്നൊക്കെ പറയുന്നതിൽ, കാരണം അദ്ദേഹം ദീർഘകാലം ജീവിച്ചു. എന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ മകൻ ഗൾഫിലാണ്, മകളുടെ കല്യാണം കഴിഞ്ഞു, അതിന് നമ്മൾ പങ്കെടുക്കുകയും എൻ്റെ കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്തു. പിന്നെ ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ ജീവിത നിലവാരത്തിലുള്ള ജീവിതമല്ലേ ജീവിക്കാൻ കഴിയുള്ളൂ. അത് നമ്മൾ അങ്ങനെ അംഗീകരിക്കേണ്ടതുണ്ട്. അല്ലാതെ അദ്ദേഹം അതിൽ നിന്നൊക്കെ ഉപരിയായി പോകണം. പിന്നെ അദ്ദേഹത്തിന് ഇപ്പം ഞാൻ പറയട്ടെ, തൊഴിൽപരമായി ഇപ്പം നാട്ടിൽ ഇത് പെൻഷൻ ഇത് ഗൾഫിൽ നിന്ന് കഴിഞ്ഞ് വന്നപ്പോൾ വേണമെങ്കിൽ ബ്ലസ്സി സാർ പറഞ്ഞതാണ് ഒരു ജോലി വാങ്ങിച്ചു കൊടുക്കാൻ ഇവിടെ. അപ്പം പുള്ളി പറഞ്ഞു എനിക്കതൊന്നും ആവശ്യമില്ല, എനിക്ക് 60 വയസ്സായി, എനിക്ക് സ്വന്തമായിട്ട് എനിക്ക് വീട്ടിലിരിക്കണം. അപ്പോൾ പുള്ളിയുടെ അടുത്ത് എന്തെങ്കിലും അവിടെ ഈ വലവലിക്കാൻ ആൾക്കാർ പോകുന്നുണ്ട്, അതിൻ്റെ കൂടെ ഒക്കെ പോയി നിന്ന് ഇച്ചിരി നേരം ജോലിയൊക്കെ ചെയ്തിട്ട് വരുന്നതിലാണ് എനിക്ക് താല്പര്യം എന്ന് പറയുന്നുണ്ട്. പിന്നെ ആൾക്കാരിങ്ങനെ സ്റ്റോറികൾ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുമല്ലോ, അതിനകത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങളുടെ ബന്ധം വളരെ ഊഷ്മളമായി തുടരുകയും എല്ലാ ദിവസവും വിളിക്കുകയും കാര്യങ്ങൾ പറയുകയും, ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്നതിന് പോലും എന്നെ വിളിക്കും, ഇവർ വിളിച്ചിട്ടുണ്ട്, ഇൻ്റർവ്യൂ കൊടുക്കണോ വേണ്ടയോ, എങ്ങനെയാണ്, അവരോട് എന്താണ് പറയേണ്ടത് എന്നൊക്കെ ചോദിച്ച് പോകുന്ന ഒരു ബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ളത്. ഇങ്ങനെ കുറേ സ്റ്റോറികൾ ഉണ്ടായിരുന്നു. ഇപ്പം നജീബിനെ ഉപേക്ഷിച്ചു, അല്ലെങ്കിൽ നജീബ് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അതൊക്കെ പറഞ്ഞുകൊണ്ടേ ആൾക്കാർ ഇരിക്കുക. അതൊക്കെ അവരുടെ എന്താണ് വിസിബിലിറ്റി കൂട്ടുന്നതിനോ വ്യൂവേഴ്സിനെ കൂട്ടുന്നതിന് വേണ്ടിയൊക്കെ പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ തിരിച്ച് കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബ് ചാനലുകാരൻ നമ്മുടെ വീട്ടിൽ വന്നപ്പം ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു ഞങ്ങളുടെ ചാനലിൽ 14 ലക്ഷം പേര് കണ്ടുവന്നു. ഞാൻ പറഞ്ഞു നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ വ്യൂവർഷിപ്പിൽ നിന്ന് എത്ര രൂപ അദ്ദേഹത്തിന് കൊടുത്തു? അപ്പോൾ ഈ പറയുന്നവരെന്ത് ചെയ്തു എന്നുള്ളൊരു കാര്യമുണ്ട്. നമ്മളെന്ത് ചെയ്തു എന്നുള്ള കാര്യം ഞാനും നജീബും തമ്മിൽ തീരുമാനിച്ചോളാം. പക്ഷേ ഈ പറയുന്നവർ എന്ത് ചെയ്തു എന്നുള്ളൊരു കാര്യം, അവരുണ്ടാക്കുന്ന വളം, ഈ ദിവസവും എല്ലാ ദിവസവും രാവിലെ നജീബിൻ്റെ വീട്ടിൽ ചെന്ന് വളം ഉണ്ടാക്കി വീഡിയോ എടുത്തുകൊണ്ട് പോകുന്നവരും ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നതെന്നുള്ളൊരു ധാരണ അവർക്കുണ്ടായാൽ വളരെ നല്ലതാണ്. പിന്നെ ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം എന്നെങ്കിൽ ഒരു കഥാപാത്രത്തെ സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് അയാളുടെ ഏറ്റവും വലിയ ദൗത്യമായിട്ട് ഞാൻ കരുതുന്നത്. അതിനെ തുടർന്ന് ഏറ്റെടുക്കേണ്ടത് സമൂഹം എല്ലാം കൂടിയാണ്. നമ്മൾ മാത്രമല്ല, നമ്മൾ കൊടുക്കേണ്ടത് നമ്മൾ കൊടുക്കും, അത് വേറെ കാര്യം. പക്ഷേ നിങ്ങളെന്ത് ചെയ്തു എന്ന് ഈ വിമർശനം ഉന്നയിക്കുന്നവരെ ആദ്യം സ്വയം ഒന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. ഒരു പത്രത്തിലൊരു വാർത്ത, സങ്കടകരമായ ഒരു വാർത്ത വന്നാൽ പിന്നെ പത്രക്കാരൻ്റെ ഉത്തരവാദിത്തമാണ് അവരെ രക്ഷിക്കേണ്ടതെന്ന് പറയുന്നത് പോലെയാണ് എഴുത്തുകാരൻ്റെ ഉത്തരവാദിത്തമാണെന്ന് നിങ്ങളാണ്. മറ്റു എല്ലാ കാര്യങ്ങളൊക്കെ അത് ഞാനും നജീബും തമ്മിലുള്ള കൊടുക്കുവാങ്ങലാണ്, കൊടുക്കുന്നതും വാങ്ങുന്നതും അത് വേറെ കാര്യം. പക്ഷേ നിങ്ങൾ വിമർശനം ഉന്നയിക്കുമ്പോൾ നിങ്ങളുടെ ധാർമ്മികത എന്ത് എന്ന് നിങ്ങൾ സ്വയം ആലോചിക്കേണ്ടതുണ്ട് എന്ന് യൂട്യൂബുകാർ എല്ലാവരും സ്വയം ഒന്ന് വിചാരിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു റിയൽ ലൈഫ് ക്യാരക്ടറിനെ മലയാളത്തിൽ ഇന്ന് വരെ കാണാത്ത രീതിയിൽ ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ടൊരു പുസ്തകമാണ് ശരിക്കും പറഞ്ഞാൽ ആടുജീവിതം. അത് സിനിമയിലേക്ക് കൂടി എത്തുമ്പോൾ അത് ആ ക്യാൻവാസിലേക്ക് എത്തണം. ശരിക്കും പറഞ്ഞാൽ ഇപ്പം നേരത്തെ ബെനിചേട്ടൻ പറയുന്നുണ്ടായിരുന്നു, എല്ലാ വേദികളിലും ചെല്ലുമ്പോൾ ഈ പറഞ്ഞ പോലെ ആടുജീവിതം എന്തായി, എപ്പോൾ സിനിമയാവും, എപ്പോൾ ഇത് ഇറങ്ങും എന്നുള്ള ചോദ്യങ്ങൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതിപ്പോൾ ആ ചോദ്യങ്ങൾ അവസാനിക്കുകയാണ് ഈ സിനിമ ഇറങ്ങുന്നതോടുകൂടി. ഇനിയുള്ള ചോദ്യങ്ങൾ പുതിയതാണ്. അതായത് ആടുജീവിതം സിനിമയും പുസ്തകത്തെയും താരതമ്യം ചെയ്തുകൊണ്ടൊക്കെയുള്ള ചോദ്യങ്ങൾ ഇനിയും ആരംഭിക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയും ഒരു പക്ഷേ ജീവിതകാലം മുഴുവൻ ഇത് കേൾക്കേണ്ടി വരികയും ചെയ്യുമെന്നുള്ളതിൽ യാതൊരു സംശയമല്ലോ. അങ്ങനെ ഒരു പുസ്തകം
ജീവിതത്തിൽ ഇങ്ങനെ കൂടെ ചേർന്ന് പോയ ഒരു പുസ്തകത്തെ കുറിച്ച് എന്താ തോന്നുന്നു? അവസാനമായിട്ട് എനിക്കതാ ചോദിക്കാനുള്ളത്. എന്ന് വെച്ചാൽ അത്ഭുതം തോന്നുന്നുണ്ടാവില്ലേ, എങ്ങനെയാ ഇതിങ്ങനെ ബെന്യാമിൻ എന്ന് പറയുന്ന ആളിനെ ഓർക്കുമ്പോൾ തന്നെ അടയാളപ്പെടുത്തുന്ന ഒരു പുസ്തകം എന്ന നിലയിൽ അത് വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ. എൻ്റെ തുടർന്നുള്ള പുസ്തകങ്ങൾ വായിക്കുന്നതിലൊക്കെ അല്ലെങ്കിൽ പ്രശസ്തി കൊണ്ട് തരുന്നതിൽ ഒക്കെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ നിരന്തരമായ ചോദ്യങ്ങളെ അഭിമുഖിക്കുമ്പോഴൊക്കെ ഞാൻ ആലോചിക്കുന്നത്, പറഞ്ഞതുപോലെ എമ്മുകുന്ദൻ എത്ര വർഷമായി പുഴയെ കുറിച്ച് തന്നെ ചോദിച്ചുകൊണ്ട് കേട്ടുകൊണ്ട് ഇരിക്കുന്നു, അല്ലെങ്കിൽ ഗബ്രിയേൽ ഗാർസിയ മാർക്കേസ് 40 വർഷത്തിലധികം കാലം ഏകാന്തതയുടെ 100 വർഷങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ എത്രയോ പുസ്തകങ്ങൾ പിന്നീട് വരികയും വായിക്കുകയും ഇതിനേക്കാൾ മനോഹരമായിരിക്കുകയും ചെയ്യുമ്പോൾ തന്നെ അപ്പം ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചില പുസ്തകങ്ങളുണ്ട്, അവരതിലും നല്ല പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടാവും. പക്ഷേ നമ്മളുടെ ഒരു ബെഞ്ച് മാർക്ക് ഇപ്പം ഒന്ന് പറയാൻ വേണ്ടി ആമുഖ പ്രഭാഷണങ്ങളിലോ സ്വാഗത പ്രസംഗത്തിലോ ഒക്കെ പറയാൻ വേണ്ടിയുള്ള ഒരു പുസ്തകം എന്ന നിലയിൽ അത് ഉണ്ടാവും. അത് നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അത് നമ്മളെ വളരെയധികം സമൂഹത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് പോകുന്നുണ്ട്. നമ്മളുടെ പേര് ഒരിടത്ത് വിസിബിളാക്കുന്നതിൽ സഹായിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഞാനത് സന്തോഷമായിട്ടാണ് കാണുന്നത്. കാരണം മലയാള സാഹിത്യത്തിൽ ഒരു വർഷത്തിൽ എത്ര പുസ്തകങ്ങളാണ് പുറത്തിറങ്ങുന്നത്? അങ്ങനെ 100 കണക്കിന് 1000 പുസ്തകങ്ങൾ ഇറങ്ങുന്ന ഒരു സമൂഹത്തിൽ ഇത്തരത്തിലൊരു പുസ്തകം ജനങ്ങളുടെ ഇടയിൽ നിൽക്കുകയും നിരന്തരം ചർച്ച ചെയ്യപ്പെടുകയും വിമർശിക്കപ്പെടുകയും ആരോപിക്കപ്പെടുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും എല്ലാ ദിവസവും നിങ്ങൾക്ക് ബെന്യാമിൻ എന്ന പേര് കേൾക്കേണ്ടി വരികയും ചെയ്യുന്നത് നല്ലതാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ഇനിയും ആടുജീവിതത്തെക്കുറിച്ച് ഒരുപാട് സംസാരിക്കാൻ സാധിക്കട്ടെ. ഒരുപാട് പുതിയ ചോദ്യങ്ങൾ ഇനി ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉത്തരത്തിന്റെ വിരസത മാറി ഇനി പുതിയ ചോദ്യങ്ങളിലേക്ക് ആരംഭിക്കാൻ പോവാണ്. അതെ, പുതിയ ചോദ്യങ്ങൾ ഉണ്ടാവട്ടെ. താങ്ക് യു. എല്ലാവരും സിനിമാ തിയേറ്ററിൽ കാണണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാരണം അത്രമേൽ മികച്ച അവരെടുത്ത എഫേർട്ട്, സ്ട്രഗിൾ, പെയിൻ അതൊക്കെ മാറ്റിവെച്ചാലും നിങ്ങൾക്ക് മലയാളത്തിലെ ഏറ്റവും മികച്ച സിനിമകളിലൊന്ന് നമുക്ക് ദൃശ്യത്തിൽ അല്ലെങ്കിൽ സ്ക്രീനിൽ കിട്ടിയിരിക്കുന്നു എന്നുള്ള ഒരു അനുഭവമാണ്. അത് നഷ്ടപ്പെടുത്തരുത് എന്ന ഒരു പ്രേക്ഷകൻ്റെ ഭാഗത്തു നിന്ന് പറയുന്നു. താങ്ക് യു. അപ്പോൾ സംസാരിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു.